Good morning everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. 2.25 പോയിൻറ്റ്സ് പോസിറ്റീവിൽ മാത്രമാണ് ഓപ്പൺ ചെയ്യുന്നത്. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. നല്ലൊരു ഡൗൺഫോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പുട്ട് ഓപ്ഷൻ എൻട്രി എടുക്കാം. 25,150. $25,200 നോക്കാം. 25,100 പുട്ട് ഓപ്ഷൻ. $25,100 put option. ഇപ്പോൾ 1 CR നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. 3rd എക്സ്പയറി ആണ്. കമ്മിങ് വീക്ക്ലി എക്സ്പയറി February 3rd എക്സ്പയറി ആണ്. നമുക്ക് February 1st യൂണിയൻ ബഡ്ജറ്റ് ആണ്. ഇപ്പോൾ ബഡ്ജറ്റ് ഡേ വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാവും മാർക്കറ്റിൽ. സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആണ് ആ ഒരു ദിവസം. ഇപ്പോൾ സൺഡേ ആദ്യമായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്ന് തോന്നുന്നു. സാറ്റർഡേ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾ മുമ്പ്. യെസ്, ഒരു ഡൗൺഫോൾ ഫസ്റ്റ് 1 മിനിറ്റിൽ നമുക്ക് കാണാൻ പറ്റി. ഒരു പുൾ ബാക്ക് ആണ് വന്നിട്ടുള്ളത്. ഡേ ലോ ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പൊസിഷൻ അത്യാവശ്യം നല്ല പ്രോഫിറ്റിലേക്ക് തന്നെ വരും. ഇപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ 3.5 CR ആണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ 10 CR ലെവൽ ബ്രീച്ച് ചെയ്തു. പിന്നെ അതിനുശേഷം ഒരുപാട് പ്രോഫിറ്റ്സും അതുപോലെ തന്നെ ആയിരിക്കാം. നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റിൽ തന്നെ അക്കൗണ്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങോട്ട് മുകളിലോട്ട് ക്യാപിറ്റൽ പോകുന്നതിനനുസരിച്ചിട്ട് വലിയ നമ്പേഴ്സ് വരുമെന്നല്ലാതെ നമുക്ക് ഈ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇന്നലെ ഞാൻ കുറേ ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, കുറേ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ക്യാപിറ്റൽ ഡൗൺ ആയി, ലോസ് കുറേ ബുക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ചെയ്യാം. 5 lakhs ലോസിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഡിപ്ലോയ് ചെയ്യാം. 50% വരെ ഡിപ്ലോയ് ചെയ്യാം. $25,100 പുട്ട് ഓപ്ഷൻ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.5 CRൻ്റെ അടുത്ത് നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മൊമെൻറ്റം വരുന്നുണ്ട്. ഇതിലൊരു 15 to 20 lakhs പ്രോഫിറ്റാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്.
ഇപ്പോൾ ഒരു 3-4 lakhs ലോസിലാണ്. എന്തായാലും ഡേ ഹൈ വന്നിട്ടുള്ളത് 150+ ആണ്. 25,150 നോക്കുകയാണെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസ് 25,100. അതിൻ്റെ ഡേ ഹൈ വന്നിട്ടുള്ളത് 135 ലെവലാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാം. കപ്പിൾ ഓഫ് എൻട്രീസ് കൂടെ കൊടുക്കുകയാണ്. $25,100 പുട്ട് ഓപ്ഷൻ. യെസ്, 3 lakhs പ്രോഫിറ്റിൽ വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ബുക്ക് ചെയ്യാൻ ആയിട്ടില്ല. 130 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. %50 നമ്മൾ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞു. 1.86 CR ആണ് ഇൻവെസ്റ്റഡ് മാർജിൻ. അവൈലബിൾ മാർജിൻ 1.63 CR. ഇപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. 150 ലെവലിലേക്ക് അല്ലെങ്കിൽ 130 ലെവലിലേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. 25,100 പുട്ട് ഓപ്ഷൻ. February 3rd എക്സ്പയറി. ഇപ്പോൾ കമ്മിങ് വീക്ക്ലി എക്സ്പയറി ആണ്. അപ്പോൾ ഇനി നമുക്ക് സൺഡേ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും. യൂണിയൻ ബഡ്ജറ്റ് ഡേ ആണ്. അപ്പോൾ ഇത് കേരള ബഡ്ജറ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് കേരള ബഡ്ജറ്റാണ്. സൺഡേ യൂണിയൻ ബഡ്ജറ്റ് ഡേ ഒക്കെ അത്യാവശ്യം വലിയ രീതിയിലുള്ള വോളറ്റിലിറ്റി 2 ഡയറക്ഷനിലും ഉണ്ടാവും. അത് നമുക്ക് ആ ഒരു ബഡ്ജറ്റ് എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ മൂവ്മെൻറ്റ്സും വരും. ഇപ്പോൾ വലിയ അനൗൺസ്മെൻറ്റ്സൊക്കെ വരികയാണെങ്കിൽ അതിൻ്റേതായ മൂവ്മെൻറ്റ്സും എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ വലിയ വോളറ്റൈൽ മൂവ്മെൻറ്റ്സ് ആയിരിക്കും. അതുവരെയുള്ള ദിവസങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ച് മാത്രം ട്രേഡ്സ് എടുക്കുക. അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതും വളരെ നല്ലൊരു സ്ട്രാറ്റജിയാണ് ഈ ഒരു വീക്ക്. യെസ്, 130 ലെവലിലേക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ തന്നെ ഡേ ഹൈ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. 130 ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. $140 ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഡേ ഹൈ വന്നിട്ടുള്ളത് 135 അറൗണ്ടാണ്. 36-35 ആണ് ഡേ ഹൈ വന്നിട്ടുള്ളത്. 140 ലെവലിലേക്ക് വരുമോ നമുക്ക് നോക്കാം. ഡേ ഹൈ റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 50% നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. 7-8 lakhs ലോസിലാണ്. എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം എന്താണ് പൊസിഷൻ ഒരു ലെവലിലേക്ക് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇപ്പോൾ കറൻ്റ്ലി 50% ലോഡ് ചെയ്തിട്ടുണ്ട്. 10-12 lakhs ലോസിലാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ അഡീഷൻ ഡേ ലോ ലെവലിലേക്ക് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. അറൗണ്ട് 105 ആ ഒരു ലെവൽ. അപ്പോൾ അതുവരെ എന്തായാലും വെയിറ്റ് ചെയ്തേ മതിയാവും. കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ അത്യാവശ്യം 130 ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പ്രോഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഡേ ലോ ലെവൽ
ഡേ ലോ ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്പോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഒരു റിവേഴ്സൽ സൈന് വന്നിട്ടുണ്ട് സ്പോട്ട് ചാർട്ട് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്ത് ലോവറിൽ വന്നതിന് ശേഷം ഒരു അപ്പ് മൂവാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ 140 ലെവലിലേക്ക് വരുമോ നമുക്ക് നോക്കാം. 25,100 പുട്ട് ഓപ്ഷൻ 140 ലെവലിലേക്ക് വരുമോ നമുക്ക് നോക്കാം. യെസ്, അഗെയിൻ ബൈയിങ് പ്രഷറാണ് സ്പോട്ട് ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വലിയ രീതിയിലുള്ള ബൈയിങ് പ്രഷറുണ്ട്. നമുക്ക് ചെയ്യാതിരിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. സ്പോട്ട് ചാർട്ട് നോക്കിയിട്ടൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ബട്ട് ഇപ്പോൾ ബൈയിങ് പ്രഷർ തന്നെയാണ്. എന്തായാലും ഓൾറെഡി ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ, പ്രീവിയസ് റെസിസ്റ്റൻസ് ലെവലിലേക്കൊരു റീടെസ്റ്റ് വരികയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ആഡ് ചെയ്യാം. അതുവരെ വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരു ലോവർ ഹൈ ഫോം ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നും സെല്ല് നമുക്ക് ആഡ് ചെയ്യാം, ആവറേജ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡേ ലോ ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ പ്രീവിയസ് റെസിസ്റ്റൻസ് ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് വന്നതിന് ശേഷം ആഡ് ചെയ്യാം. ഈ ഒരു ട്രേഡ് പ്ലാനാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. 10 lakhs ലോസിലുണ്ട്. ഇപ്പോൾ കപ്പിൾ ഓഫ് എൻട്രീസ് നമ്മൾ റെസിസ്റ്റൻസ് ലെവൽ ഫോം ചെയ്യുകയാണെങ്കിൽ ലോവർ ഹൈ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവൽ റീടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. അതുവരെ ഈ ഒരു പൊസിഷൻ ഒന്നും ചെയ്യണമെന്നില്ല. ഇച്ചിരി ലോവർ ഹൈ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും കപ്പിൾ ഓഫ് എൻട്രീസ് കൊടുക്കാം. 25,100. $120 ലെവലിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്തായാലും കുറച്ച് കഴിഞ്ഞ് നോക്കാം ഇത് പൊസിഷൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. യെസ്, 130 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. സ്പോട്ട് ചാർട്ടിൽ നമ്മൾ പറഞ്ഞ ആ ഒരു കൃത്യമായൊരു ആക്ഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് ആ ഒരു ലോവർ ഹൈ ഫോം ചെയ്ത ലെവലിൽ നിന്ന് നമ്മൾ ഈ ഒരു ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ അതിൻ്റെ പ്രീവിയസ് ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ, ഈ ഒരു ഫോളിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ, അത് ആ ഒരു ലെവലാണ് നമ്മൾ ചെയ്തത്. അവിടെ നമുക്ക് അതിന് തൊട്ട് മുൻപ് വന്നിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിൽ ലോവർ ഹൈ ആണെന്ന് നമ്മൾ പറഞ്ഞു. ലോവർ ഹൈയിൽ നമ്മൾ ആഡ് ചെയ്തു. ആ ഒരു ആഡ് ചെയ്തതോടുകൂടി ഡേ ലോ ബ്രേക്ക് ചെയ്ത് ലോവർ ലോ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട്
40 ലെവലിൽ ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യാൻ പറ്റും. 140 ലെവലിൽ ഒരു ബ്രേക്ക് ഔട്ടാണ്. 137 എത്തിക്കഴിഞ്ഞു ഓൾറെഡി. ഇപ്പോൾ ഡേ ഹൈ വന്നിട്ടുള്ളത് 139 ആണ്. അപ്പോൾ വളരെ വലിയൊരു മൂവ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത് പ്രീവിയസ് കപ്പിൾ ഓഫ് ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 140 ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. മേ ബി ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 42 വരെ വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു മൊമെൻറ്റം കൂടി കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിനിടയിൽ ഒരു പുൾ ബാക്ക് വന്നേക്കാം. ലോവർ ലോ നമുക്ക് സ്പോട്ട് ലെവലിൽ ലോവർ ലോ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ലോവർ ലോയിൽ തന്നെ കൃത്യമായിട്ട് ഒരു ടാർഗറ്റ് വരികയാണെങ്കിൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുന്നത്, ടാർഗറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് ബുക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എഗെയിൻസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് സേഫായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, കൺസിഡറിങ് ആ ഒരു മൊമെൻറ്റം. പിന്നെ ഒരു റിവേഴ്സൽ സൈൻ ഇവിടെ നിന്ന് കിട്ടിയതിന് ശേഷമായിരിക്കും ഇത് ഷാർപ്പ് ഡൗൺ വരാനുള്ള ചാൻസ് ഉള്ളത്. ഇപ്പോൾ 136 ലെവലിലുണ്ട്, 37, 39 ലെവലൊക്കെയാണ് ഓൾറെഡി ഹൈ വന്നിട്ടുള്ളത്. ഡേ ഹൈ വന്നിട്ടുള്ളത് 39 ലെവലാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ 42-ൽ ഇത് സ്ക്വയർ ഓഫ് ചെയ്യാം. 40 അക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 42 ലെവലിൽ ഇത് സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റും. ഓൾറെഡി 25 lakhs പ്രോഫിറ്റിലുണ്ട് നമ്മൾ. 140 ലെവൽ വന്നു. 41 ആണ് വന്നിട്ടുള്ളത്. 42 ആണ് എനിക്ക് വേണ്ട ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു മിനിറ്റിനകം നമുക്ക് ചെറിയൊരു ക്യാൻഡിലായിരിക്കും നമ്മൾ ഒരു മിനിറ്റിൽ ഒരു പക്ഷേ കാണുന്നത്. പക്ഷെ ആ ഒരു ചെറിയ ഒരു ക്യാൻഡിലിൽ തന്നെ ഒരുപാട് തവണ അത് ആ ഒരു ക്യാൻഡിൽ ഹൈയും ലോവും വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വന്ന് ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ബുക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട്. അല്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ടാർഗറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ടാർഗറ്റ് വൺസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സഡനായിട്ട് റിവേഴ്സ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ക്ലോസിങ്ങിന് നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, നെക്സ്റ്റ് ക്യാൻഡിലോ മറ്റോ ആയിട്ട്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ്സ് ഉണ്ട്. 25 lakhs പ്രോഫിറ്റ് ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് 142 ലെവലിലേക്ക് വേണ്ടിയിട്ടാണ്. ഓൾറെഡി ഡേ ഹൈ വന്നിട്ടുണ്ട് എന്നാണ് 141 ആണ് വന്നിട്ടുള്ളത്. Yes, 137. Good. 142. യെസ്, 140 ലെവലിൽ നിന്ന് ഒരു പുൾ ബാക്ക് വന്നു. 130 ലെവൽ റീടെസ്റ്റ് ചെയ്തു. എഗെയിൻ ഇത് നല്ലൊരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. 142 ലെവൽ ബ്രേക്ക് ചെയ്ത് 150 ആണ് നെക്സ്റ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ലെവൽ. 152, മേ ബി അറൗണ്ട് 152. ഇപ്പം നമ്മുടെ റെസിസ്റ്റൻസ് ഫോം ചെയ്ത് ലോവർ ഹൈ ആണ് ഇത് ഫോം ചെയ്യുന്നതെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ തന്നെ ഒരു ഹയർ ഹൈ എക്സ്പെക്റ്റ് ചെയ്യാം. അതേസമയം ബൈയിങ് പ്രഷർ സ്പോട്ട് ചാർട്ടിലുണ്ട്. ഈ ഒരു ക്യാൻഡിൽ വളരെ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോവർ ലോ എക്സ്പെക്റ്റ് ചെയ്യാം സ്പോട്ട് ചാർട്ടിൽ. അതേപോലെ 25,100 പുട്ട് ഓപ്ഷനിൽ ഒരു ഹയർ ഹൈയും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അഗെയിൻ 150 ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 142 ബ്രേക്ക് ചെയ്താൽ 150യിലേക്ക് വരുന്നത് കാണാം.
ഇപ്പോൾ അറൗണ്ട് നമ്മൾ 42 എക്സ്പെക്ട് ചെയ്തപ്പോൾ 41 എന്നൊരു പുൾ ബാക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു ലെവൽ ടച്ച് ചെയ്യാതെ പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് റൈറ്റ് അവേ നെക്സ്റ്റ് ടാർഗറ്റായ 150 വരുന്നതും നമുക്കൊരു പക്ഷേ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ലോവർ ലോ വരാനുള്ള ചാൻസസ് സ്പോട്ടിലുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 142 ലെവൽ ബ്രേക്ക് ചെയ്യുന്നത് കാണാം. നമുക്ക് ഓൾറെഡി ഒരു 10 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 20 പോയിൻറ്റ്സോളം ചില പൊസിഷൻസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ 140 ലെവലൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 42 ബ്രേക്ക് ചെയ്ത് 50 വരുമെന്ന് നമുക്ക് നോക്കാം. കപ്പിൾ ഓഫ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. Yes, 140, 25 lakhs profit. $140. Yes, 44. 42 വന്നു കഴിഞ്ഞു. 35 lakhs പ്രോഫിറ്റാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. യെസ്, ഇപ്പോൾ നമ്മൾ 10% ഈ ഒരു ട്രേഡിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. 145 വന്നു, ഇനി 50 ആണ് വരാൻ പോകുന്നത്. 142 ബ്രേക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മൾ ആ ഒരു റിസ്ക് എടുക്കണമെന്നില്ല. നമ്മൾ ഓൾറെഡി ലോവർ ലോ എക്സ്പെക്ട് ചെയ്തു, ലോവർ ഹൈ ഫോം ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്തു, അതിനുശേഷം ഒരു ലോവർ ലോ ഫോം ചെയ്തു, എഗെയിൻ പുൾ ബാക്ക് ആൻഡ് ലോവർ ഹൈ, എഗെയിൻ ലോവർ ലോ ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് ആയിട്ടുള്ള 142 വന്നതോടുകൂടി നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തു. മേ ബി ഈ ക്യാൻഡിൽ ക്ലോസിങ് 142 ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിൽ ഒരു മൊമെൻറ്റം 150 ഒരു സ്പൈക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഹയർ ഹൈ കൂടി ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നല്ല രീതിയിൽ ഈ ഒരു പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു റിവേഴ്സൽ സൈൻ വന്നിട്ടുണ്ട്. മേ ബി 25,300 അല്ലെങ്കിൽ മുകളിലേക്കോ പോകാനുള്ള ചാൻസസ് ഉണ്ട് സ്പോട്ട് ചാർട്ട് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ്സ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റി. 32 lakhs ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. 35 lakhsോളം പ്രോഫിറ്റ് കാണിച്ചു. അപ്പോൾ എന്തായാലും നല്ലൊരു പ്രോഫിറ്റ്സ് തന്നെയാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.